അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധമായ റമളാനിൻ്റെ ദിനങ്ങൾ അല്ലാഹു തആല നമുക്ക് അനുകൂലമാക്കി തരട്ടെ. നമ്മൾ പറയുന്ന ഇൽമ്, നമ്മൾ പറയുന്ന ഓരോ നന്മകളും അല്ലാഹു തആല സ്വാലിഹായ സൽക്കർമ്മമായി അല്ലാഹു സ്വീകരിക്കട്ടെ. ജീവിതത്തിൽ ഒരുപാട് സുകൃതങ്ങൾ ചെയ്ത് അല്ലാഹുവിൻ്റെ മുമ്പിൽ കടന്നു വരുമ്പോൾ ഏറ്റവും ഉന്നതിയിലെത്തിയവരിൽ അല്ലാഹു തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയുണ്ട്, വാപ്പയുണ്ട്, വല്യുപ്പമാർ, വല്യുമ്മമാർ തുടങ്ങി മറ്റു ബന്ധപ്പെട്ട ഒരുപാട് ആളുകൾ അല്ലാഹു തആല അവർക്കൊക്കെ മഗ്ഫിറത്തും റഹ്മത്തും അല്ലാഹു നൽകട്ടെ. ജീവിച്ചിരിക്കുന്ന നമ്മുടെ ബന്ധപ്പെട്ടവർക്ക് ഉമ്മാക്കും വാപ്പാക്കുമൊക്കെ അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് അല്ലാഹു തആല പ്രദാനം ചെയ്യട്ടെ. അമീൻ യാ റബ്ബൽ ആലമീൻ. എൻ്റെ പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു മനുഷ്യനെ സൃഷ്ടിച്ചത് അല്ലാഹു തആല പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ദുനിയാവിനെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിച്ചത്, സ്ഥാപിച്ചത് ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. അല്ലാഹു സുബ്ഹാനഹു വതആല അടിമയെ പരീക്ഷിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ്. ആരാണ് ദുനിയാവിൽ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നത്, നല്ല പ്രവർത്തനങ്ങളിലൂടെ മുന്നേറുന്നവരാരാണ്, അവർക്ക് വിജയമുണ്ട്. ആ ഒരു പ്രവർത്തനങ്ങളിലൂടെ, നന്മയാർന്ന പ്രവർത്തനങ്ങളിലൂടെ മുന്നേറി ജീവിക്കുന്നവനാണ് യഥാർത്ഥ വിജയി എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ അവിടുത്തെ അധ്യാപനങ്ങളിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ദുനിയാവിൽ നമുക്ക് സന്തോഷം മാത്രം കിട്ടിക്കൊള്ളണമെന്നില്ല. ദുനിയാവെന്ന് പറഞ്ഞാൽ സന്തോഷവും അതേപോലെ തന്നെ പ്രയാസം ഘട്ടങ്ങളും എല്ലാം നിറഞ്ഞതാണ് ദുനിയാവ്. ഇവിടെ അല്ലാഹു തആല രോഗങ്ങൾ തരും, കടങ്ങൾ തരും, അല്ലാഹു തആല വേദനകൾ തരും, മറ്റു പ്രയാസങ്ങൾ തരും. അതിൻ്റെ കൂടെ തന്നെ ചിലപ്പോൾ അല്ലാഹു തആല വലിയ സന്തോഷങ്ങളും സൗഭാഗ്യങ്ങളും അല്ലാഹു തആല നൽകും. ആ നൽകിയ ഉടനെ തന്നെ ചിലപ്പോൾ സങ്കടങ്ങളും തരാം. ഇങ്ങനെയൊക്കെയാണ് ദുനിയാവിലെ ജീവിതം എന്ന് പറയുന്നത്. എന്നും സന്തോഷവും സമാധാനവും മാത്രം നിറഞ്ഞു നിൽക്കുന്നത് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗ്ഗലോകത്ത് മാത്രമാണ്. എന്നാൽ നമ്മൾ ആഗ്രഹിക്കേണ്ടത് ദുനിയാവിലെ പരീക്ഷണങ്ങളിലൂടെ, സന്തോഷങ്ങളിലൂടെ, ദുനിയാവിൻ്റെ ഈ സുഖങ്ങളിലൂടെയെല്ലാം കടന്നുപോയിട്ട് നമ്മൾ ആഗ്രഹിക്കേണ്ടത്, നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്, നമ്മൾ എത്തിപ്പെടേണ്ടത് ഈശത്തുർ റാദിയ, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ആ സമാധാനത്തിലാണ്. അവിടെ എത്താനാണ് എനിക്കും നിങ്ങൾക്കും കഴിയേണ്ടത് എന്നതാണ് യാഥാർത്ഥ്യം. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ആ നന്മയിലേക്ക് എത്തിപ്പെടുന്നത് അവനിക്ക് അല്ലാഹു തആല സന്തോഷങ്ങൾ നൽകുമ്പോൾ ആ സന്തോഷത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആലയ്ക്ക് നന്ദി ചെയ്യാനുള്ള മനസ്സ് വേണം. അല്ലാഹു തആല പ്രയാസങ്ങൾ കൊടുക്കുമ്പോൾ ആ പ്രയാസത്തിനിടയിൽ ക്ഷമിച്ചുകൊണ്ട് നിൽക്കാൻ, മുന്നേറാൻ ഒരു മനുഷ്യന് കഴിയണം, ഒരു വിശ്വാസിക്ക് കഴിയണം. അപ്പോഴാണ് യഥാർത്ഥത്തിൽ അവൻ വിശ്വാസിയാകുന്നത്, ഹൃദയത്തിൽ ഈമാനുള്ളവനായിട്ട് മാറുന്നത്. സന്തോഷം നൽകുമ്പോൾ മാത്രം അല്ലാഹുവിനെ അറിയുന്നവനല്ല യഥാർത്ഥത്തിൽ ഈമാനുള്ളവൻ. സങ്കടങ്ങളിലും സന്തോഷത്തിലും അവനക്ക് റബ്ബിനെ കണ്ടെത്താൻ കഴിയണം. മനസ്സിലാക്കണം, നമ്മൾ ഒരിടങ്ങേറ് വരുമ്പോൾ മാത്രം അല്ലെങ്കിൽ പടച്ച തമ്പുരാനെങ്ങനെ വിളിച്ചിരിക്കുക, ഇതിലല്ല നമ്മൾ ആനന്ദം കൊള്ളേണ്ടത്. നമ്മുടെ മനസ്സങ്ങനെയല്ല ആവേണ്ടത്. സന്തോഷം വരുമ്പോൾ ചില ആളുകൾക്ക് അല്ലാഹുവിനെ ഒരിക്കലും ഓർമ്മ ഉണ്ടാവില്ല, അല്ലാഹു എന്നുള്ള ചിന്ത പോലും മനസ്സിനകത്തുണ്ടാവില്ല. അതും വളരെയധികം മോശമാണ്. സങ്കടങ്ങൾ വരുമ്പോൾ, സഹതാപങ്ങൾ വരുമ്പോൾ, അവർക്ക് പ്രയാസങ്ങൾ വരുമ്പോൾ മാത്രം അല്ലാഹുവിനെ വിളിച്ച് കരയുന്ന എത്ര ആളുകളുണ്ട്. അങ്ങനെയല്ല വേണ്ടത്. സന്തോഷത്തിൽ അല്ലാഹുവിന് ശുക്ർ ചെയ്യാൻ കഴിയണം. പ്രയാസങ്ങൾ വരുമ്പോൾ ആ പ്രയാസത്തിൽ അല്ലാഹുവിൻ്റെ ആ ഒരു പരീക്ഷണത്തിൽ അവിടെ ക്ഷമിക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കതിന് തൗഫീക്ക് നൽകട്ടെ. മഹാനായ മഅറൂഫുൽ ഖർഹി റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറയാൻ, ഇന്നല്ലാഹു യബ്തലിൽ മുഅ്മിന ബിൽ അസ്ഖാമി വൽ ഔജാഅ. അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു മുഅ്മിനായ മനുഷ്യനെങ്ങനെ പരീക്ഷിച്ചു കൊണ്ടിരിക്കും. അത് രോഗങ്ങളെ കൊണ്ടുണ്ടാകും, അല്ലാഹു തആല വേദനകൾ തന്നിട്ടുണ്ടാകും. പല രൂപത്തിലും അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു മനുഷ്യനെ പരീക്ഷിക്കും. ഫയഷ്കു ഇല അസ്ഹാബിഹി, എന്നിട്ട് അവനെങ്ങാനും തൻ്റെ സുഹൃത്തിനോട്, തൻ്റെ കൂട്ടുകാരനോട് ആ തന്നിട്ടുള്ള പരീക്ഷണങ്ങളിൽ വേദനകളെ കുറിച്ചിട്ട് അവൻ പരാതി പറയുന്നുണ്ടെങ്കിൽ, ഫയഖൂലുല്ലാഹു തബാറക വ തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്,
വ ഇസ്സത്തി വ ജലാലി, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രതാപം, അവിടുത്തെ മഹത്വം തന്നെയാണ് സത്യം. മബ്തലൈതുക, നിന്നെ ഞാൻ ഒരിക്കലും തന്നെ പരീക്ഷിച്ചിട്ടില്ല, ഇല്ല ലി അഗ്സിലക മിനദ്ദുനൂബ്, തെറ്റിൽ നിന്ന് ഒരുപാട് മോശത്തരങ്ങൾ കണ്ടു, ഒരുപാട് തെറ്റുകൾ ചിന്തിച്ചു, ഒരുപാട് തെറ്റുകൾ പറഞ്ഞു, അല്ലേ? നമ്മുടെയൊക്കെ ജീവിതം അങ്ങനെയാണ്. ആ തെറ്റുകളിൽ നിന്ന് നിന്നെ വൃത്തിയാക്കാനല്ലാതെ ഒരിക്കലും ഞാൻ നിന്നെ പരീക്ഷിച്ചിട്ടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അതുകൊണ്ട് ഫലാ തസ്തക്കി, നീ മറ്റുള്ളവരോട് വേവലാതി പറയണ്ട, നീ പ്രയാസപ്പെടണ്ട എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമെന്ന് മഹാനായ മഅറൂഫുൽ കറഖി റളിയല്ലാഹു തആല അൻഹു നമ്മെ ഓർമ്മപ്പെടുത്താൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണങ്ങൾ തരുന്നത് നമ്മോടൊരിക്കലും വെറുപ്പുള്ളത് കൊണ്ടോ നമ്മോടൊരിക്കലും പ്രയാസങ്ങളുള്ളത് കൊണ്ടോ ഒന്നുമല്ല, പടച്ച തമ്പുരാന് നമ്മോട് സ്നേഹമുള്ളത് കൊണ്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടാണ് പടച്ച തമ്പുരാന് ഏറ്റവും കൂടുതൽ മഹബത്തുള്ളത്, അല്ലേ? അവർ ഹബീബും മെഹബൂബും വലിയ അമേയമായ ബന്ധമാണ്. എന്നാൽ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കാണത്രേ ഭൂമി ലോകത്ത് ഏറ്റവും കൂടുതൽ അല്ലാഹു തആല പരീക്ഷണങ്ങൾ കൊടുത്തിട്ടുള്ളത്. അത് സ്നേഹമില്ലാത്തത് കൊണ്ടാണോ? അല്ല. നമ്മെ പടച്ചതാരിക്ക് വേണ്ടിയ മുത്തുനബിയെ, പ്രപഞ്ചത്തെ പടച്ചതാരിക്ക് വേണ്ടിയ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് മുത്തുനബിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ മുത്തുനബിക്ക് എന്നോട് സ്നേഹമില്ലാത്തത് കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത് എന്ന് പറയാൻ നമ്മൾ ആരും തന്നെ ബാധ്യസ്ഥരല്ല. റസൂലുള്ളാഹു അങ്ങനെ പറയില്ല. റസൂലുള്ളാഹിക്ക് അറിയാം എന്നോട് അള്ളാഹ്ക്ക് സ്നേഹമുണ്ട്. എൻ്റെ കൽബിനെ എന്നെ പരീക്ഷിക്കലാണ് എൻ്റെ ജീവിതത്തിലെ ഓരോ സുന്ദരമായ നിമിഷങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പടച്ച തമ്പുരാൻ എനിക്ക് പ്രയാസം നൽകുന്നത് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അറിയുമായിരുന്നു. ലോകത്ത് ഏറ്റവും കൂടുതൽ പരീക്ഷണം കൊടുത്ത പ്രവാചകന്മാർക്ക്, ആ പ്രവാചകന്മാരിൽ ഏറ്റവും കൂടുതൽ പരീക്ഷണം റസൂലുള്ളാഹിക്ക്. മനസ്സിലാക്കണം, അവിടുത്തൊന്നും പരീക്ഷണത്തിൻ്റെ വേദനകളുടെ ഒരു ഭാഗം പോലും നമ്മളാരും സത്യം പറഞ്ഞാൽ അനുഭവിച്ചിട്ടില്ല, അനുഭവിക്കുകയുമില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹുവിനോട് വല്ലാത്ത മഹബത്തായിരുന്നു. തിരിച്ചും അങ്ങനെ തന്നെയായിരുന്നു. നമുക്കും അത് തന്നെയാണ് വേണ്ടത്. വേദനകളും പരീക്ഷണങ്ങളും ഇത് അല്ലാഹു തആല പാപങ്ങൾ പൊറുപ്പിക്കാനും നമ്മുടെ ജീവിതത്തിൽ വരുന്ന ജീവിതം നമുക്ക് ഭാസ്വരമാക്കാനും വേണ്ടിയിട്ടുള്ളതാണ്. അല്ലാഹു തആല മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകട്ടെ. പടച്ച തമ്പുരാൻ ദുനിയാവിലെ ജീവിതം അല്ലാഹു തആല ഏറ്റെടുത്തിരിക്കുകയാണ്. തവക്കൽതു അലല്ലാഹ്, അല്ലേ? നമ്മൾ കാണുന്നതും നമ്മൾ പറയുന്നതും ചിന്തിക്കുന്നു ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുത്തിട്ടുണ്ട്. നമ്മൾ പണിയെടുക്കേണ്ടത്, ഇവിടെ അല്ലാഹു തആല നമുക്ക് ഭക്ഷണം തരും, ഇവിടെ അല്ലാഹു തആല നമുക്ക് വായു തരും, ഇവിടെ അല്ലാഹു തആല നമുക്ക് ജീവിക്കേണ്ട മാർഗ്ഗങ്ങൾ കാണിച്ചു തരും. നമ്മൾ ജീവിക്കേണ്ടത് അല്ലാഹു തആല ഏറ്റെടുക്കാത്തൊരു ജീവിതം ഒരു ഭാഗം നമുക്ക് വരാനുണ്ട്, അല്ലേ? ഇന്ന് മനുഷ്യനങ്ങ് മരിച്ചാൽ ആ മനുഷ്യൻ ആ ജീവിതത്തിലേക്കാണ്, ആ ലോകത്തിലേക്കാണ് കടന്നു പോകുന്നത്. അവിടേക്ക് വേണ്ടിയിട്ട് നമ്മൾ പണിയെടുക്കണം. ഇതിവിടെ അല്ലാഹു തആല ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ, അല്ലാഹു തആല കാര്യങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ വരാനിരിക്കുന്ന ആ ലോകം ഒരിക്കലും പടച്ചു തമ്പുരാൻ ഏറ്റെടുത്തിട്ടില്ല. അത് നമ്മൾ ഇവിടെ നിന്ന് നന്മകൾ ചെയ്താൽ, ഇവിടെ നിന്ന് നമ്മൾ സുഹൃതങ്ങൾ ചെയ്താൽ മാത്രമാണ് നമുക്ക് അവിടേക്ക് എത്താൻ, നന്മയോടുകൂടെ എത്താൻ കഴിയുന്നത്. സത്യം പറഞ്ഞാൽ ഈ പരിശുദ്ധമായ റമളാൻ അതിനുള്ളതാണ് പാപങ്ങൾ പൊറുപ്പിച്ച് നല്ല രൂപത്തിൽ പടച്ച തമ്പുരാൻ്റെ മുമ്പിലേക്ക് നമ്മൾ കടന്നു ചെല്ലാനുള്ളതാണ്. ഒരു ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെ നമുക്കറിയാം, തറാവീഹ് നമസ്കരിച്ചാൽ, ഒരു ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ, ഒരു ഫർള് നമസ്കാരം ചെയ്താൽ, അല്ലെങ്കിൽ ഫർളായ നന്മ ചെയ്താൽ, ഒരു സുന്നത്തായ നന്മ ചെയ്താൽ അതിനൊക്കെ അല്ലാഹു തആല ഇരട്ടി പ്രതിഫലം അല്ലാഹു തആല നൽകുന്നുണ്ടെങ്കിൽ, തറാവീഹുകളെ കൊണ്ട് ഒരുപാട് പാപങ്ങൾ പൊറുപ്പിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്നുണ്ടെങ്കിൽ, മനസ്സിലാക്കണം നമ്മൾ, അതിന് നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ, അല്ലേ? നമുക്ക് ഒരു ഫർളെടുത്താൽ 70 ഫർളിൻ്റെ പ്രതിഫലം ലഭിക്കുന്നുണ്ടെങ്കിൽ, ഒരു സുന്നത്തിൻ്റെ, ഒരു സാധാരണ ഫർളിൻ്റെ പ്രതിഫലം ലഭിക്കുന്നുണ്ടെങ്കിൽ, മനസ്സിലാക്കണം, ഇതുകൊണ്ടൊക്കെ നമുക്ക് മുന്നേറാൻ നമ്മളെ കൊണ്ട് കഴിയാണ്, അല്ലേ? അത് റമളാൻ സത്യം പറഞ്ഞാൽ നമ്മുടെ ഇരുലോകം വിജയിക്കാനുള്ളതാണ് എന്ന് സ്വയം നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.